Good afternoon all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. എന്താണ് ക്ലാസ് കഴിഞ്ഞ ഉറപ്പൊക്കെ വരുന്നില്ല? ഉച്ചക്ക് അല്ലേ? ഈ സമയം കുറച്ച് ബോറിംഗ് ആണല്ലേ? എന്ത് ഇൻപേഷ്യൻ ഡിപ്പാർട്ട്മെന്റില് നമ്മ ഇവിടെ വരെ പറഞ്ഞ പ്രിലിമിനറി ഒബ്സർവേഷൻ ഓഫ് പേഷ്യന്റ് വരെ പറഞ്ഞല്ലേ? റെസ്പോൺസിബിലിറ്റി ഓഫ് നേഴ്സ് കഴിഞ്ഞില്ലേ നമ്മുടെ എടുത്ത് കഴിഞ്ഞ ദിവസം? Yes, ma'am. റെസ്പോൺസിബിലിറ്റി ഓഫ് നേഴ്സ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മ 6th മുതലാണല്ലേ? 6th എടുത്തോ? പ്രിലിമിനറി ഒബ്സർവേഷൻ ഓഫ് പേഷ്യൻസ് എടുത്തോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എടുക്കാം ചാർട്ടിങ്. ഒരു ഇൻപേഷ്യൻ ഡിപ്പാർട്ട്മെന്റിലെ പേഷ്യന്റിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവര് ഒബ്സർവ് ചെയ്തിട്ട് ചാർട്ട് ചെയ്യേണ്ടത്, ക്രോഡീകരിക്കേണ്ടത് ഏതൊക്കെ കാര്യങ്ങളാണ്? എന്താണ്? റെക്കോർഡ് ഓൾ ദ charting. Record all the basic information in patient's record. എന്താണ്? പേഷ്യൻസിന്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും എന്താണ്? അവരുടെ പേര്, സോഷ്യൽ ഡാറ്റാസ്, പിന്നെ അവര് എന്ത് അസുഖം കൊണ്ടാണ് വന്നത്, അങ്ങനെയുള്ള ബേസിക് ആ പേഷ്യന്റിനെ കുറിച്ചുള്ള ബേസിക് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക. ക്ലിയർലി മെൻഷൻ അഡ്മിഷൻ ഡേറ്റ്, ടൈം, പേഷ്യൻസ് ഡീറ്റെയിൽസ്, complaints of the clients and any allergies, patient's mental status. പിന്നെന്താണ്? ക്ലിയർലി മെൻഷൻ എന്താണ്? ആ പേഷ്യന്റിനെ എന്നാണ് അവിടെ അഡ്മിറ്റ് ചെയ്തത്, ആ ദിവസം ആ ഡേറ്റ് റെക്കോർഡ് ചെയ്യുക. എന്താണ്? ടൈം, പേഷ്യൻസ് ഡീറ്റെയിൽസ് എന്നാണ്? ഏത് ദിവസം ഏത് ടൈമിലാണ് ആ പേഷ്യൻസിനെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കിയത്, ടൈം. കംപ്ലൈന്റ്സ് ഓഫ് ദി ക്ലയൻസ് എന്താണ്? ആ പേഷ്യൻസിന് ഇൻപേഷ്യൻ ഡിപ്പാർട്ട്മെന്റിൽ അഡ്മിറ്റ് ആക്കുന്ന പേഷ്യൻസിന് എന്തെങ്കിലും കംപ്ലൈന്റ്സ്, അവിടുത്തെ ഏതെങ്കിലും സർവീസുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഫെസിലിറ്റീസുമായി ബന്ധപ്പെട്ടോ അതല്ല ആ പേഷ്യന്റിന് ലഭിക്കുന്ന ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ അത്. ഇനി അലർജീസ് എന്താണ്? പേഷ്യൻസിന് എന്തെങ്കിലും മെഡിസിൻസ് യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പെയിൻ കില്ലേഴ്സ് അതല്ല വേറെ എന്തെങ്കിലും മെഡിസിൻസ്, ഇപ്പൊ ആന്റിബയോട്ടിക്സ് അങ്ങനെയുള്ള എന്തെങ്കിലും ഗുളികകൾ, എന്തെങ്കിലും മെഡിസിൻസ് യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അലർജീസ് ഉണ്ടെങ്കിൽ അത്. പേഷ്യൻസ് മെന്റൽ സ്റ്റാറ്റസ് എന്താണ്? പേഷ്യന്റിന്റെ മാനസിക നില എങ്ങനെയാണെന്ന്, അതാണല്ലേ മെയിൻ. അവർക്ക് എന്താണ്? ഡിപ്രഷൻ അതല്ലെങ്കിൽ എന്തെങ്കിലും ആൻസൈറ്റി, ഇപ്പൊ എന്താണ് ചില അസുഖങ്ങൾ വരുമ്പോ അല്ലെ പേഷ്യൻസിന് ഡിപ്രഷൻ ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ട് അവരുടെ മെന്റൽ സ്റ്റാറ്റസ് ഒക്കെ മനസ്സിലാക്കുക. നെക്സ്റ്റ് ചാർട്ട് ചെയ്യണം. നെക്സ്റ്റ് റെക്കോർഡ് ഇൻ അഡ്മിഷൻ രജിസ്റ്റർ. എന്താണ്? അഡ്മിഷൻ രജിസ്റ്റർ അവര് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇൻപേഷ്യൻ ഡിപ്പാർട്ട്മെന്റിലെ പേഷ്യൻസിന്റെ അഡ്മിഷൻ രജിസ്റ്റർ. ട്രീറ്റ്മെന്റ് ബുക്ക്. എന്താണ് ട്രീറ്റ്മെന്റ് ബുക്ക് എന്ന് പറഞ്ഞാല്? പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകളെ കുറിച്ചൊക്കെ എഴുതിക്കുന്ന റെക്കോർഡ് ചെയ്തിരിക്കുന്ന ബുക്ക്. റിപ്പോർട്ട് ബുക്ക്, എന്തെങ്കിലും റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന എന്തെങ്കിലും ലാബ് ടെസ്റ്റുകൾ, സ്കാനിങ്ങുകൾ, എക്സ്റേ അങ്ങനെ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ സൂക്ഷിക്കുന്ന റിപ്പോർട്ട് ബുക്ക്. മെഡിക്കൽ ലീഗൽ കേസസ്, MLC നമ്മ പഠിച്ചാലേ MLC രജിസ്റ്റർ, അങ്ങനെയുള്ള MLC രജിസ്റ്റർ. അപ്ഡേറ്റ് വാർഡ് സെൻസസ്. എന്താണ്? വാർഡ് സെൻസസ്, വാർഡിലെ ഇപ്പൊ നമ്മുടെ വീടുകളിലെ മുനിസിപ്പാലിറ്റി അതല്ലെങ്കിൽ എന്തെന്ന് സെൻസസ് എടുക്കാൻ വരും. എന്താണ്? അപ്ഡേഷനിലെ ഓരോ അപ്ഡേഷൻസ് ജനസംഖ്യയില് അങ്ങനെയുള്ള അപ്ഡേഷൻസ് വരുത്താനാണ്. അപ്പൊ സെൻസസില് വാർഡിലെ സെൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ പേഷ്യൻസ് വന്നിട്ടുണ്ടോ അതല്ല പഴയ പേഷ്യൻസ് ആരെങ്കിലും ഡിസ്ചാർജ് പോയിട്ടുണ്ടോ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് അപ്ഡേറ്റ് ആയിട്ട് വാർഡ് സെൻസസ്. ആൻഡ് നഴ്സസ് നോട്ട്സ്. ഇപ്പൊ എന്താണ്? നമ്മ നോട്ട്സ് അല്ലെ ക്ലാസ് എടുക്കുന്നതോടൊപ്പം നമ്മൾ ലെക്ചേഴ്സ് നോട്ട് എഴുതാറില്ലേ? എന്താണ്? നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട്. അപ്പൊ അതേപോലെ നഴ്സസ് എന്താണ്? ഈ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്താണ്? അവർക്ക് പെട്ടെന്ന് ക്ലിയർ ആവാനായിട്ട്
നഴ്സസ് നോട്ട്സ് ചെയ്താറുണ്ട്. അങ്ങനെയുള്ള നഴ്സസ് നോട്ട്സുകളൊക്കെ എന്താണ് ചാർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഫിസിക്കൽ അസസ്മെന്റ് ബൈ റിവ്യൂയിങ് സിസ്റ്റം. എന്താണ് ആ പേഷ്യന്റിനെ കുറിച്ചുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ശാരീരികമായിട്ട് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു വിലയിരുത്തല് സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുക. പേഷ്യന്റ് കംഫർട്ട്. എന്താണ് പേഷ്യൻസിന് ഒരു ആശ്വാസം ആകുന്ന വിധത്തിൽ എന്താണ് അവരുടെ മെഡിസിൻസിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുക, അവർക്ക് ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ ചെയ്യുക. അങ്ങനെ ആ പേഷ്യൻസിന് ഒരു കംഫർട്ട് ആവുന്ന വിധം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പൊ ബെഡ് അറേഞ്ച്മെന്റ്സോ അങ്ങനെ എന്തെങ്കിലും. നെക്സ്റ്റ് എന്താണ് കറക്റ്റ് ഇൻഫർമേഷൻ ഫോർ ഡാറ്റാബേസിലേക്ക് ആ പേഷ്യന്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ സോഷ്യൽ ആയിക്കോട്ടെ മെഡിക്കൽ ആയിക്കോട്ടെ അങ്ങനത്തെ എല്ലാ ഇൻഫർമേഷൻസും കളക്ട് ചെയ്യുക. ഒബ്റ്റെയിൻ ഫിസിഷ്യൻ ഓർഡർ ഫോർ ദി ലാബ് ടെസ്റ്റ് മെഡിക്കൽ ആക്ടിവിറ്റീസ്. എന്താണ് ഫിസിഷ്യൻസ് ആ പേഷ്യന്റിനെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സ് എന്തെങ്കിലും ലാബ് ടെസ്റ്റുകളോ എന്തെങ്കിലും മെഡിക്കൽ ആക്ടിവിറ്റി എന്തെങ്കിലും എക്സസൈസുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം എന്താണ് ചാർട്ട് ചെയ്യുക. നെക്സ്റ്റ് അഡ്മിഷൻ പ്രൊസീജിയേഴ്സില് നെക്സ്റ്റ് ഫോളോ ഓർഡേഴ്സ് ബൈ ദി കൺസൾട്ടന്റ്. എന്താണ് കൺസൾട്ടന്റ് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ ഓർഡേഴ്സ് എന്താണ് ഫോളോ ചെയ്യുക. ഇഫ് എനി ടെസ്റ്റ് ആർ പ്രിസ്ക്രൈബ്ഡ് ബൈ ഡോക്ടർ, the nurse must make arrangements to carry out other procedure prescribed by doctors. If any എന്താണ് ഈ പേഷ്യൻസിന് ഡോക്ടേഴ്സ് എന്തെങ്കിലും ടെസ്റ്റുകൾ എന്തെങ്കിലും ലാബ് ടെസ്റ്റുകളൊക്കെ എഴുതി കൊടുത്തിട്ട് എന്താണ് നേഴ്സ് അവിടെയുള്ള നേഴ്സ് എന്ത് ചെയ്യുക പേഷ്യന്റിന് ആ ടെസ്റ്റുകളൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ്. ഇപ്പൊ ലാബിലായിക്കോട്ടെ ഇപ്പൊ എന്താണ് അങ്ങോട്ട് പോവാൻ ലാബിലേക്ക് നടന്നു പോകാൻ സാധിക്കാത്ത പേഷ്യൻസിന് എന്താണ് വീൽ ചെയേഴ്സോ അതല്ലെങ്കിൽ ലാബിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് ഒക്കെ ഇവിടെ വന്നിട്ട് രോഗിയുടെ എന്താണ് ബ്ലഡോ യൂറിനൊക്കെ എന്താണ് കളക്ട് ചെയ്ത് ചെയ്യുക. അങ്ങനെയുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ഈ പേഷ്യൻസിന് ചെയ്ത് കൊടുക്കുക. ക്യാരി ഔട്ട് അതർ പ്രൊസീജിയർ പ്രിസ്ക്രൈബ്ഡ് ബൈ ഡോക്ടേഴ്സ്. ഇഫ് ഇനി എന്താണ് ഈ ഡോക്ടർ വേറെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് എന്തെങ്കിലും സർജറീസോ അതല്ലെങ്കിൽ എന്തെങ്കിലും സ്കാനിങ്ങുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അതൊക്കെ ചെയ്യാനുള്ള സംവിധാനങ്ങളും ഒരുക്കുക. നെക്സ്റ്റ് 9th കെയർ ഓഫ് വാല്യുബിൾ ആൻഡ് ക്ലോത്തിങ്. എന്താണ് ഈ പേഷ്യൻസിന്റെ വാല്യുബിൾ വിലപിടിപ്പുള്ള സാധനങ്ങളും അവരുടെ ഡ്രസ്സുകളൊക്കെ എന്താണ് കെയർ ചെയ്യുക സൂക്ഷിക്കുക. എന്തൊക്കെയാണ് ഇഫ് പേഷ്യൻസ് ഈസ് വിയറിംഗ് ഹോസ്പിറ്റൽ ഡ്രസ്, പേഷ്യൻസ് ക്ലോത്ത്സ് ഷുഡ് ബി ഹാൻഡഡ് ഓവർ ടു റിലേറ്റീവ്സ്. എന്താണ് പേഷ്യൻസിന് ഇപ്പൊ എന്താണ് ഇപ്പൊ മിക്ക ഹോസ്പിറ്റലും സർജറീസ് നടത്തുമ്പോൾ അതല്ലെങ്കിൽ അഡ്മിറ്റ് ആക്കുമ്പോൾ എന്ത് ചെയ്യും അവിടുത്തെ ഹോസ്പിറ്റൽ ഡ്രസ്സ് ആ പേഷ്യന്റിന് കൊടുക്കും അല്ലെ. അപ്പൊ എന്താണ് ഇവരുടെ ഡ്രസ്സ് അവരുടെ റിലേറ്റീവ്സിന് ആ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന് കൊടുക്കുക. ഇൻ കേസ് ഓഫ് ആബ്സെൻസ് ഓഫ് റിലേറ്റീവ്സ് clothing is numbered, labeled and kept in store until such time it is handed over to relatives. എന്താണ് ചില കേസിൽ അവിടെ എന്താണ് അവരുടെ റിലേറ്റീവ്സ് ആബ്സെന്റ് ആയിരിക്കും. ഇപ്പൊ എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ പറ്റിക്കൊണ്ടുവരുന്ന പേഷ്യൻസിന് എന്താണ് അപ്പൊ ഇവിടെ ആ സമയത്ത് ആ സ്പോട്ടിൽ ആരാണോ വന്നത് അവരായിരിക്കും ഹോസ്പിറ്റലിൽ പേഷ്യന്റിനെ കൊണ്ടുവരുന്നത്. അപ്പൊ എന്താണ് അവരുടെ റിലേറ്റീവ്സ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള ടൈമിൽ ഈ പേഷ്യൻസിന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവര് ലേബൽ ചെയ്ത് സൂക്ഷിച്ചിട്ട് അവരെ റിലേറ്റീവ് വരുന്ന സമയത്ത് ആ റിലേറ്റീവ്സിനെ എന്ത് ചെയ്യുക ഹാൻഡ് ഓവർ ചെയ്യുക. നെക്സ്റ്റ് എൻകറേജ് the client to send jewelry, money and other valuables such as watch to home with the relatives. എന്താണ് ഈ പേഷ്യൻസിന്റെ ജ്വല്ലറി ആഭരണങ്ങള് പൈസ വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങള് പൈസ മൊബൈല് വാച്ചസ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് റിലേറ്റീവ്സിന് കൊടുത്തിട്ട് അത് അവരെ കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി വെക്കാത്ത രീതിയിൽ സൂക്ഷിക്കാനുള്ള രീതിയിൽ അവരെ എൻകറേജ് ചെയ്യുക. എന്താണ് മേക്ക് ഹിം understand if he keeps something with himself it is on his own risk. എന്താണ് ചില സമയത്ത് ഇത് ഇങ്ങനെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ ഹോസ്പിറ്റലിൽ സൂക്ഷിക്കുന്ന സമയത്ത് എന്താണ് ചിലപ്പോൾ അത് കളവ് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അത് അവിടെ സൂക്ഷിക്കരുത്. എന്താണ് ഹോസ്പിറ്റലിൽ പല തരത്തിലുള്ള പല ടൈപ്പ് ആളുകൾ വരുന്നതാണ്. അപ്പൊ
അപ്പൊ ഇവർക്ക് എന്താണ് അതിനുള്ള ഈ ഹോസ്പിറ്റലുകാർക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ എന്താണ് അങ്ങനെ എന്തെങ്കിലും സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഇവരെ റിലേറ്റീവ്സ് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ഓൺ റിസ്കില് സ്വന്തം റിസ്കില് സൂക്ഷിക്കണമെന്ന് അവര് പറഞ്ഞ് മനസ്സിലാക്കുക. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ? എന്താരൊന്നും പറയാത്തെ? ക്ലിയർ ആയില്ല? അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് അഡ്മിഷൻ പ്രൊസീജിയർ എന്താ? റിസീവ് ദ പേഷ്യന്റ്. എന്താണ്? പേഷ്യന്റിനെ റിസീവ് ചെയ്യുക അല്ലെ? ഫസ്റ്റ് എങ്ങനെയായിരിക്കും അല്ലെ? നമ്മ പേഷ്യന്റിനെ സ്വീകരിക്കും. നെക്സ്റ്റ് എന്ത് ചെയ്യും? റെക്കോർഡ്. ഇപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റില് അതല്ല OPD സെക്ഷനില് ജസ്റ്റ് കൺസൾട്ടേറ്റിന് വരുന്ന ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാൻ അല്ലെങ്കിൽ റൂട്ടീൻ ചെക്കപ്പിനൊക്കെ വരുന്ന പേഷ്യൻസിന് എന്ത് ചെയ്യും? അവിടെ അഡ്മിറ്റ് ചെയ്യും. അപ്പൊ എന്താണ്? പേഷ്യൻസിനെ റിസീവ് ചെയ്യുക. നെക്സ്റ്റ് റെക്കോർഡിംഗ് ഓഫ് സോഷ്യൽ ഡാറ്റ. അഡ്മിഷന്റെ സമയത്ത് എന്ത് ചെയ്യുക? ഈ പേഷ്യൻസിന്റെ സോഷ്യൽ, അവരെ ഏജ്, നെയിം, സെക്സ്, എഡ്യൂക്കേഷൻ, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, അങ്ങനെയുള്ള മെറിറ്റൽ സ്റ്റാറ്റസ്, ടെലിഫോൺ നമ്പർ, അങ്ങനെയുള്ള സോഷ്യൽ ഡാറ്റാസ് കളക്ട് ചെയ്യുക. നെക്സ്റ്റ് സോഷ്യൽ ഡാറ്റയിൽ വരുന്നതാണ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ്. അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഈ സോഷ്യൽ ഡാറ്റ കളക്ട് ചെയ്ത് പിന്നെ അവരുടെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് എന്താണ്? പേഷ്യന്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷന് കളക്ട് ചെയ്യുക, ഗ്യാതേർഡ് ചെയ്യുക. അത് തന്നെയാണ് സോഷ്യൽ ഡാറ്റ അല്ലെ? നെക്സ്റ്റ് എന്താണ്? പ്രിപ്പയർ മെഡിക്കൽ റെക്കോർഡ്. ഈ പേഷ്യന്റിനെ കുറിച്ചുള്ള മെഡിക്കൽ റെക്കോർഡ് അവര് ഫയല് തയ്യാറാക്കുക. എന്താണ്? പേഷ്യന്റിനെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റ് തയ്യാറാക്കുക. കൺസേൺ അഡ്മിഷന്റെ സമയത്ത് എന്താണ്? കൺസേൺ ഫോം, സമ്മതപത്രങ്ങളെ സൈൻ ചെയ്ത് മേടിക്കണം അല്ലെ? അങ്ങനെയുള്ള കൺസേൺ ഫോം സൈൻ ചെയ്ത് വാങ്ങിക്കുക. ഇനീഷ്യൽ ഓർഡേഴ്സ് ഒബ്റ്റെയിൻ. എന്തെങ്കിലും പ്രാഥമിക ഓർഡേഴ്സ് അവരെ ചേർത്തുന്നതിനെ കുറിച്ചുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങളോ കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇൻഫോം ടു ഫ്ലോർ വാർഡ് നഴ്സ്. എന്താണ്? ഈ പേഷ്യന്റിനെ ഏത് വാർഡിലാണോ അഡ്മിറ്റ് ചെയ്യുന്നത് അവിടുത്തെ നഴ്സിനെ വിവരം അറിയിക്കുക. ഇഷ്യൂ ദ വിസിറ്റേഴ്സ് പാസ് അറ്റ് ദി ടൈം ഓഫ് ഹിസ് അഡ്മിഷൻ. എന്താണ്? അഡ്മിഷന്റെ സമയത്ത് ആ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനെ അയാളെ കാണാൻ വരാനുള്ള വിസിറ്റിംഗ് പാസ് ഒക്കെ എന്താണ്? ഇഷ്യൂ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് എന്താണ്? ആ പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് ഒരു മിനിമം ഡെപ്പോസിറ്റ് എമൗണ്ട് വാങ്ങിക്കുക. എന്നിട്ട് ഈ പൈസ എന്ത് ചെയ്യുക? അവരെ ഫൈനൽ ബില്ല് സെറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലെസ് ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും ക്ലെയിമുകളോ മെഡിക്കൽ ക്ലെയിമുകളോ ഇൻഷുറൻസ് ഉള്ളവർക്ക് അവരെ ഇൻഷുറൻസ് ഡെസ്കിലേക്കോ അതല്ലെങ്കിൽ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്ററിലേക്കോ പറഞ്ഞയച്ചിട്ട് അവരുടെ കൊണ്ട് അവിടെ നിന്ന് ഡീറ്റെയിൽസ് ഒക്കെ വാങ്ങി അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക. നെക്സ്റ്റ് മെഡിക്കൽ എക്സാമിനേഷൻ ഇൻ OPD. തേർഡ് അഡ്മിഷൻ പ്രൊസീജിയർ ആണ് മെഡിക്കൽ എക്സാമിനേഷൻ ഇൻ OPD. OPD-യില് പേഷ്യന്റിന് കിട്ടുന്ന മെഡിക്കൽ എക്സാമിനേഷൻ എന്താണ്? അവിടുത്തെ കൺസൾട്ടന്റ് ഡോക്ടേഴ്സ്, ഫിസിഷ്യനോ എന്താണ് പേഷ്യന്റിനെ കുറിച്ചുള്ള സോഷ്യൽ ആയിക്കോട്ടെ മെഡിക്കൽ ഹിസ്റ്ററി ആയിക്കോട്ടെ ചോദിച്ച് മനസ്സിലാക്കി എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക. എന്താണ്? അവരുടെ പേര്, വയസ്സ്, കൂടാതെ അവർ അനുഭവിക്കുന്ന അസുഖങ്ങൾ അല്ലെ? അവർ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത് എന്നൊക്കെയുള്ള മെഡിക്കൽ ഹിസ്റ്ററി ചോദിച്ച് മനസ്സിലാക്കി റെക്കോർഡ് ചെയ്യുക. കൂടാതെ പേഷ്യൻസിന്റെ ടെമ്പറേച്ചർ, BP, പൾസ്, റെസ്പിറേഷൻ അതൊക്കെ ചെക്കപ്പ് ചെയ്തിട്ട് അതൊക്കെ എഴുതി വെക്കുക. നെക്സ്റ്റ് എന്താണ്? ഈ രോഗിക്ക്, ഈ വരുന്ന പേഷ്യൻസിന് അതിന്റെ രോഗനിർണയത്തിന് വേണ്ടിയിട്ട് അവർക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എക്സ്റേയോ ലാബ് ടെസ്റ്റുകളൊക്കെ നടത്തുക. Those who are admitted to hospital for further investigation and treatment to the concerned ward on the advice of the treating doctor, the ward is designated by the staff at the admission desk and entered in the case sheet. എന്നാണ്? അവരെ ചെക്കപ്പ് ചെയ്ത കൺസൾട്ടന്റിന്റെ ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും അവർക്ക് വാർഡ് കൺസേൺഡ് വാർഡ് പറഞ്ഞെടുക്കുക. ഹാർട്ടുമായി ബന്ധപ്പെട്ട അസുഖങ്ങളായിട്ട് വരുന്ന പേഷ്യൻസിന് എന്താണ്?
കാർഡിയാക് വാർഡ് കൊടുക്കും അല്ലെ. ഇപ്പൊ എന്തെങ്കിലും ഗൈനക് സെക്ഷനിലുള്ള ഒരു പേഷ്യന്റ് ആണ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവരെന്താണ് അഡ്മിറ്റ് ആക്കുകയാണെങ്കിൽ ഗൈനക് വാർഡിലേക്കായിരിക്കും അല്ലെ. അപ്പൊ നെർവ് സംബന്ധമായി അങ്ങനെയുള്ളവർക്ക് എന്താണ് ആ സെക്ഷനിലേക്കായിരിക്കും അഡ്മിഷൻ കൊടുക്കുക. അപ്പൊ അവിടെ ചെക്കപ്പ് ചെയ്യുന്ന കൺസേൺ ഡോക്ടർ പറയുന്ന വാർഡിലേക്കായിരിക്കണം ഈ പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാ, അഡ്മിഷൻ ഡെസ്കിലേക്ക് ഇവര് വാർഡിൽ പോകുന്നതിന് മുമ്പ് അഡ്മിഷൻ ഡെസ്കിൽ ചെന്നിട്ട് ഈ പേഷ്യന്റിനെ ഏത് വാർഡിലാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അവരടുത്ത് പറയുകയും ചെയ്യുക. ഇവർ കേസ് ഷീറ്റിൽ എന്താ എൻ്റർ ചെയ്യുകയും കൂടി ചെയ്യുക. നെക്സ്റ്റ്, ട്രാൻസ്പോർട്ടിംഗ് ദ ക്ലയന്റ് ഫ്രം OPD ടു IPD. എന്താണ് OPD, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് IPD പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു പേഷ്യന്റ് എങ്ങനെയാ പോകുന്നത്, എന്താണ് നടന്നു പോകാൻ, വലിയ അസുഖങ്ങളൊന്നുമില്ല, അവർക്ക് നടന്നു പോകാൻ പറ്റുമെങ്കിൽ അവരങ്ങനെ പോവുക. അതല്ല വീക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ നടക്കാനോ വോക്കാണ് അല്ലെങ്കിൽ ഭയങ്കര അസുഖങ്ങളുള്ളവരെ വീൽ ചെയേഴ്സിൽ അതല്ല ആംബുലൻസിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന് എന്താണ് സ്ട്രക്ചറിൽ കിടത്തിങ്ങാണിട്ട് അവരെ കയറ്റുക. റെസ്പെക്റ്റീവ് വാർഡിലേക്കോ ICUയിലേക്കോ എങ്ങോട്ടാണ് ആ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ സെക്ഷനിലേക്ക് ആ പേഷ്യന്റിനെ കയറ്റുക. നെക്സ്റ്റ്, ഫിഫ്ത് വൺ എന്താണ്, റിസീവ് ദ പേഷ്യന്റ് ബൈ വാർഡ് സിസ്റ്റർ. എന്താണ് ആ പേഷ്യന്റിനെ വാർഡ് സിസ്റ്റർ അവരുടെ ഡീറ്റെയിൽസ് അടക്കം റിസീവ് ചെയ്യുക. നെക്സ്റ്റ്, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി ഫിഫ്ത് വാർഡ് സിസ്റ്റർ അവരെ സ്വീകരിക്കുന്ന സമയത്ത് ആ നേഴ്സിനുള്ള ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, എന്താണ് ഫസ്റ്റ് പ്രിപ്പയർ റൂം പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക, അല്ലെ നല്ല നീറ്റായ ക്ലീൻ ആയിട്ടുള്ള ഒരു റൂം അവർക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ, ബെഡ് അറേഞ്ച്മെന്റ്സ് ആയിക്കോട്ടെ, അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. എന്താണ് ഈ പേഷ്യന്റ് ഈ നേഴ്സ് ആ പേഷ്യന്റോട് നല്ല രീതിയിലായിട്ട് പെരുമാറുക, അവരെ സ്വീകരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പെരുമാറുക. അവർക്ക് ഹോസ്പിറ്റലിലെ ക്ലോത്ത്സ് എല്ലാ ബെഡ്ഷീറ്റുകളോ പില്ലോ കവേഴ്സോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കുക. ബെഡിൽ എന്തെങ്കിലും അറേഞ്ച്മെന്റ്സ് അല്ലെ പൊക്കാനോ ബെഡിന് പേഷ്യന്റിന് ചാരിയിരിക്കണമെങ്കിൽ ബെഡൊക്കെ പൊക്കി നല്ല അവർക്ക് കംഫർട്ട് ആകുന്ന രീതിയിൽ ബെഡ് അറേഞ്ച്മെന്റ്സ് കൊടുക്കുക. പിന്നെന്താണ് അവർക്ക് എന്തെങ്കിലും പ്രൈവസി സ്വകാര്യത ആവശ്യമുണ്ടെങ്കിൽ ഇപ്പൊ വാർഡിലൊക്കെ ആവുമ്പോൾ അങ്ങനെയൊന്നും നടക്കില്ല അല്ലെ, എല്ലാവരും ഓപ്പൺ ആയിട്ട് ഒരുപാട് പേഷ്യൻസ് അവിടെ കിടക്കൂല അറ്റ് എ ടൈം. അപ്പൊ അവർക്ക് എന്തെങ്കിലും വന്നിരിക്കുന്ന പേഷ്യൻസിന് എന്തെങ്കിലും എന്താണ് അവർക്ക് സ്വന്തമായിട്ട് ഡ്രസ്സ് ഒന്നും മാറാൻ പറ്റില്ലെങ്കിൽ ഒരാളുടെ ഹെൽപ്പ് വേണമല്ലേ. അപ്പൊ അതിനൊക്കെ അങ്ങനെ ഓപ്പൺ ആയി കിടന്ന് അതിന് ബുദ്ധിമുട്ടായിരിക്കൂലേ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രൈവസി ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് അതൊക്കെ ഒരുക്കി കൊടുക്കുക. എന്താണ് പിന്നെ ഈ പേഷ്യൻസിന്റെ ആൻസൈറ്റി, അവർ ഉത്കണ്ഠയും അവർക്ക് എന്തെങ്കിലും അവരസുഖമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പേടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കി അവരൊന്ന് കൂളാക്കുക. ഓറിയന്റ് പേഷ്യന്റ് എന്താണ്, പേഷ്യന്റിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ നേഴ്സ് പറഞ്ഞ് ക്രമപ്പെടുത്തി കൊടുക്കേണ്ടത്, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ലൊക്കേഷൻ ഓഫ് നേഴ്സ് സ്റ്റേഷൻ, നേഴ്സിന്റെ സ്റ്റേഷൻ എവിടെ, എന്താണ് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യത്തിന് ഇപ്പൊ ട്രിപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് തീരാറാവുമ്പോ നേഴ്സിനെ അറിയിക്കണമെങ്കിൽ ഒക്കെ എന്താണ് നേഴ്സ് സ്റ്റേഷൻ അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ ലൊക്കേഷൻ നേഴ്സ് സ്റ്റേഷൻ കാണിച്ചു കൊടുക്കുക. റൂം ബൗണ്ടറി എവിടെയെന്ന് പറഞ്ഞു കൊടുക്കുക. ക്ലോത്ത് സ്റ്റോറേജ്, അവരുടെ വസ്ത്രങ്ങളിൽ വന്നിരിക്കുന്ന പേഷ്യൻസിന്റെയും അവരുടെ റിലേറ്റീവ് ബൈസ്റ്റാൻഡർ ഉണ്ടാവൂലേ, അവരെ ഡ്രസ്സൊക്കെ എവിടെയാ സൂക്ഷിക്കേണ്ടത്. കോൾ ലൈറ്റ്, എന്താണ് എമർജൻസി ആയിട്ട് നേഴ്സിനെ വിളിക്കണമെന്നുണ്ടെങ്കിലുള്ള കോൾ ലൈറ്റിന്റെ ബട്ടൺ, സ്വിച്ച്, പിന്നെ ബെഡ് കൺട്രോള്, ബെഡ് എന്താണ് പൊക്കാനോ താഴ്ത്താനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്ന രീതി. ലൈറ്റ് സ്വിച്ചസ്, എന്താണ് നമ്മുടെ ലൈറ്റിന്റെയും ഫാനിന്റെ ഒക്കെ സ്വിച്ചസ്. പിന്നെ ടെലിഫോൺ പോളിസി, TV കൺട്രോൾസ്, മീൽ ടൈംസ് ഭക്ഷണ സമയങ്ങള്, വിസിറ്റിംഗ് അവേഴ്സ് രോഗിനെ വിസിറ്റ് ചെയ്യാൻ അവരുടെ റിലേറ്റീവ്സിന് വരാനുള്ള സമയം, ഡയറ്റ് ഭക്ഷണക്രമങ്ങൾ അല്ലെ. ഇപ്പൊ എന്തെങ്കിലും ഡയബറ്റിക് പേഷ്യന്റോ അതല്ലെങ്കിൽ അറ്റാക്ക് ഒക്കെ സംഭവിച്ചു വന്നിരിക്കുന്ന പേഷ്യൻസിന് എന്താണ് സർജറി കഴിയുമ്പോൾ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഭക്ഷണക്രമങ്ങള്, സേഫ്റ്റി മെഷേഴ്സ്, സൈഡ് റെയിൽസ് അല്ലെ, രോഗി വീഴാതിരിക്കാനായിട്ടുള്ള സ്റ്റാൻഡ് പോലെ ആ കട്ടിലുമ്പോ തന്നെയുള്ള അത് കാണിച്ചു കൊടുക്കുക. ഡോക്ടേഴ്സ് വിസിറ്റിന് വരുന്ന ടൈം, പിന്നെ ഈ രോഗിക്ക് എന്തെങ്കിലും ടെസ്റ്റുകൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടെസ്റ്റുകളൊക്കെ പറഞ്ഞു കൊടുക്കുക. എന്താണ് പേഷ്യന്റിനുമായി കണക്ട് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, മെഡിക്കൽ ഓർഡേഴ്സ്, ട്രീറ്റ്മെന്റ്, ലാബ് റിസൾട്ട്, ടെസ്റ്റ്, ഡയറ്റ്, ആക്ടിവിറ്റി.
ഈ പ്രൈമറി ഒബ്സർവേഷൻ ഓഫ് പേഷ്യന്റ് എന്താണ്? പേഷ്യന്റിന്റെ പ്രൈമറി ഒബ്സർവേഷൻ എന്തൊക്കെയാണ് ഇവർ ചെയ്യേണ്ടത്? പേഷ്യന്റിനെ ഫസ്റ്റ് ഫ്യൂ മിനിറ്റ്സ് എന്ത് ചെയ്യാം, പേഷ്യന്റിനെ നിരീക്ഷിക്കുക. എന്തൊക്കെ കാര്യങ്ങൾ അവരെ എക്സ്പ്രഷൻ അല്ലെ, ഫേഷ്യൽ എക്സ്പ്രഷൻ, അവർക്ക് എന്തെങ്കിലും വേദനയുണ്ടോ, എന്തെങ്കിലും ക്ഷീണമുണ്ടോ, എന്താണ് ഒരാളുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റൂലേ, അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് ആ പേഷ്യന്റ് അനുഭവിക്കുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ പേഷ്യന്റിന് എന്തെങ്കിലും നിറവ്യത്യാസങ്ങൾ, അവരുടെ സ്കിന്നിന് എന്തെങ്കിലും നിറവ്യത്യാസങ്ങൾ ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കുക. പിന്നെന്താണ് ഇപ്പൊ പറഞ്ഞ ചാർട്ടിങ്. നെക്സ്റ്റ് ഫോളോ ഓർഡേഴ്സ് ബൈ ദി കൺസൾട്ടന്റ്. നെക്സ്റ്റ് കെയർ ഓഫ് വാല്യുബിൾ ആൻഡ് ക്ലോത്തിങ്. ഇത്രയൊക്കെയാണ് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ്. 9 കേട്ടോ. നെക്സ്റ്റ് അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ അഡ്മിഷന്റെ കാര്യങ്ങളാണ്. ഫസ്റ്റ്, when they get confirmation that a patient has arrived with an emergency to the hospital campus, the first thing they do is give a call to ward boys and patient attendants to shift the patient from ambulance to stretcher. എന്താണ്, ഒരു പേഷ്യന്റ് എമർജൻസി ക്രിട്ടിക്കൽ കണ്ടീഷനുള്ള അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷനിലുള്ള ഒരു പേഷ്യന്റിനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരുന്നത് ഫസ്റ്റ് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകള് അവിടത്തെ വാർഡ് ബോയ്സിനെ അതല്ലെങ്കിൽ പേഷ്യന്റ് അറ്റൻഡറിനെ എന്താണ് വിവരം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആംബുലൻസിൽ നിന്ന് ഈ പേഷ്യന്റിനെ സ്ട്രക്ചറിലേക്ക് മാറ്റാനും അവിടെ നിന്ന് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ആരെ വിവരം അറിയിക്കുക? വാർഡ് ബോയ്സിനെ അതല്ലെങ്കിൽ പേഷ്യന്റ് അറ്റൻഡൻസിനെ വിവരം അറിയിക്കുക. നെക്സ്റ്റ് എന്താണ്, പിന്നെ അങ്ങോട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് പേഷ്യന്റിനെ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യണം? ഒരു കൺസൾട്ടന്റ്, ഒരു ഡോക്ടറുടെ സേവനം വേണം അല്ലെ, ഡോക്ടർ അവർ ചെക്കപ്പ് ചെയ്യണം. അപ്പൊ എന്താണ്, ഗിവ് എ കോൾ ടു മെഡിക്കൽ ഓഫീസർ. എന്നിട്ട് എന്ത് ചെയ്യാം? മെഡിക്കൽ ഓഫീസറെ വിവരം അറിയിക്കുക. ആഫ്റ്റർ ദ മെഡിക്കൽ ഓഫീസർ എക്സാമിൻ ദ പേഷ്യന്റ്, they ask him as to where they have to shift a patient. എന്നാണ് ആ മെഡിക്കൽ ഓഫീസറെ വിവരം അറിയിച്ച് അവര് വന്നതിന് ശേഷം ഇവരെ എക്സാമിൻ ചെയ്യല്, ഇവരെ നോക്കും, കൺസൾട്ട് ചെയ്യും അല്ലെ, ഇവരെ നോക്കി ചെക്കപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം ഈ പേഷ്യന്റിനെ എങ്ങോട്ടാണ്, വാർഡിലേക്കാണോ, ICUയിലേക്കാണോ, അല്ലെങ്കിൽ വെന്റിലേറ്ററിലേക്കാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും സർജറീസ് ഉണ്ടോ, അങ്ങനെ ഏത് സെക്ഷനിലേക്കാണോ മാറ്റേണ്ടത് എന്ന് അവർ പറയും. അതിനനുസരിച്ച് ഷിഫ്റ്റ് ചെയ്യുക. ജനറലി ദേ ഷിഫ്റ്റ് ദ പേഷ്യന്റ് ടു ദി ICU and after patient becomes stable only then shift the patient to the concerned one. എന്താണ്, ഫസ്റ്റ് ജനറൽ ആയിട്ട് മിക്കവാറും കേസിൽ എന്താണ്, പേഷ്യന്റിനെ ICUയിലേക്കായിരിക്കും എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യന്റിനെ മാറ്റേണ്ടി വരിക. അവിടെ ഈ പേഷ്യൻസിനുള്ള ട്രീറ്റ്മെന്റുകളും കെയേഴ്സ് ഒക്കെ കിട്ടിയതിനു ശേഷം അവരെ ബെറ്റർ ആയിക്കഴിഞ്ഞാൽ, സ്റ്റേബിൾ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവരെ ആ ഡോക്ടർ പറയുന്ന കൺസേൺഡ് വാർഡിക്ക്, എന്താണ് നമുക്കറിയാലേ, കഴിഞ്ഞ ദിവസം വാർഡ് പഠിച്ചപ്പോ നമ്മൾ പഠിച്ചില്ലേ, എന്താണ് ജനറൽ വാർഡ് ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് വാർഡേഴ്സ് ഉണ്ട്, വാർഡൊക്കെ ഉണ്ട്. അപ്പൊ ഏത് വാർഡിലേക്കാണോ പേഷ്യന്റിനെ മാറ്റേണ്ടത് ആ വാർഡിലേക്ക് എന്ത് ചെയ്യാം? ഷിഫ്റ്റ് ചെയ്യുക. കണ്ടീഷൻ സ്റ്റേബിൾ ആയാല് ആഫ്റ്റർ കൗൺസിലിംഗ് with the consultant and permission of the same, they do registration patient in IPD register and in their software to. എന്നാണ്, പേഷ്യന്റിനെ ICUന്നൊക്കെ മാറ്റി വാർഡിലേക്ക് കൊണ്ടുപോകാനായാൽ എന്ത് ചെയ്യുക? അവരെ ഡീറ്റെയിൽസ് എന്താണ് IPDയിൽ അല്ലെ, ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ രജിസ്റ്റർ ചെയ്യുക. കൂടാതെ അവരുടെ സോഫ്റ്റ്വെയറിൽ അല്ലെ, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ അവരുടെ ഡീറ്റെയിൽസ് എന്താണ് ഇൻഫർമേഷൻ ഒക്കെ സ്റ്റോർ ചെയ്യുക, എൻ്റർ ചെയ്യുക. Fill the patient's consent form after telling them the purpose and meaning of the form and that it is signed by the patient relatives. എന്താണ്, പേഷ്യന്റ് റിലേറ്റീവ്സിന് എന്താണ് കൺസേൺ ഫോം സൈൻ ചെയ്യിക്കുക, സമ്മതപത്രങ്ങൾ. അവർക്ക് അതിന്റെ പർപ്പസ് എന്താണ്, അതിന്റെ ഉദ്ദേശം എന്താണ്, അതിന്റെ മീനിങ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് അവര് കൺസേൺ ഫോം സൈൻ ചെയ്തത് എന്നതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ്, send a file of patient to the corresponding ward where the medical officer has asked the patient to be shifted. എന്നാണ്, ഏത് വാർഡിലേക്കാണോ പേഷ്യന്റിനെ മാറ്റാൻ അവരെ ആ പേഷ്യന്റിനെ നോക്കിയ ഡോക്ടർ പറയുന്നതനുസരിച്ച് ആ വാർഡിലേക്ക് എന്ത് ചെയ്യുക? അവർ ഫയൽ അടക്കം
അവര് പറഞ്ഞ ആ മെഡിക്കൽ ഓഫീസറിന്റെ പ്രകാരം ആ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. എന്താണ് കാർഡിയാക് സെക്ഷനിലേക്കാണെങ്കിൽ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, ഗൈനക് ആണെങ്കിൽ അങ്ങോട്ട്, ന്യൂറോ ആണെങ്കിൽ അങ്ങോട്ട്, ഏത് കൺസേൺ വാർഡിലേക്കാണെന്ന് വെച്ചാല് അവരെ മെഡിക്കൽ ഡീറ്റെയിൽസിനോടൊപ്പം എന്താണ് അവര് ഷിഫ്റ്റ് ചെയ്യുക, ഫയലിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. കൺഫേമിംഗ് ദാറ്റ് ദ ഫയൽ ഓഫ് പേഷ്യന്റ് ഈസ് റിസീവ്ഡ് ബൈ MO ഓഫ് ദി കറസ്പോണ്ടിങ് വാർഡ്. എന്നാണ് ഫയല്, ആ കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യന്റിന്റെ ഫയല് മെഡിക്കൽ ഓഫീസർ ഏത് വാർഡിലേക്കാണോ ഷിഫ്റ്റ് ചെയ്തത് അവിടത്തെ ആ വാർഡിലെ മെഡിക്കൽ ഓഫീസർ ഇവരുടെ ഫയൽ സ്വീകരിച്ചോ എന്നുള്ള കാര്യം കൂടി ആരാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉറപ്പുവരുത്തുകയും കൂടി ചെയ്യുക. ക്ലിയർ ആയോ എന്നാണ് ഫസ്റ്റ് അവിടെ ആംബുലൻസിൽ അതല്ല ഒരു എമർജൻസി സെക്ഷനിലേക്ക്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുന്നെന്നാൽ എന്താണ് അവിടുത്തെ വാർഡ് ബോയ്സിനെ അല്ലെങ്കിൽ പേഷ്യന്റ് അറ്റൻഡേഴ്സിനെ വിവരം അറിയിക്കുക. നെക്സ്റ്റ് മറ്റേ മെഡിക്കൽ ഓഫീസറെ വിവരം അറിയിക്കുക. നെക്സ്റ്റ് മെഡിക്കൽ ഓഫീസർ വന്ന് ആ രോഗിയെ എക്സാമിൻ ചെയ്തതിനു ശേഷം എങ്ങോട്ടാണോ ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക. എന്താണ് മിക്ക കേസിലും ICUയിലേക്കായിരിക്കും ആ രോഗിയെ ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ആ രോഗിക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ ലഭിച്ചതിന് ശേഷം സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ എന്താണ് ആ പേഷ്യന്റിനെ കൺസേൺഡ് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു അവരെ കൺസൾട്ട് ചെയ്തിരിക്കുന്ന ഡോക്ടറിന്റെ പെർമിഷനോട് കൂടി എന്താണ് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ IPDയിലേക്ക് ഈ ഷിഫ്റ്റ് ചെയ്യുന്ന പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്യുക. Okay. After the medical officer, third point, after the medical officer examines the patient, they ask him as to where they have to shift the patient. എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് പേഷ്യന്റിനെ കൊണ്ടുവരില്ലേ, കൊണ്ടുവന്നിട്ട് ഈ മെഡിക്കൽ ഓഫീസർ അവിടെ ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ പേഷ്യന്റിനെ അവരെ കണ്ടീഷൻ അനുസരിച്ച് എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറയും. എന്താണ് ചിലപ്പോ ICUയിലേക്കായിരിക്കും ഷിഫ്റ്റ് ചെയ്യേണ്ടി വരിക, ചിലപ്പോ എന്താണ് ഇവർക്ക് എന്തെങ്കിലും ഒടിവുകളോ ചതവുകളോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വല്ല ഓപ്പറേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് ഓപ്പറേഷൻ റൂമിലേക്കായിരിക്കും അല്ലെ. അതല്ല ഇവർക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാ ഇവര് വാർഡിലേക്ക് മാറ്റൂലേ. അപ്പൊ എങ്ങോട്ടാണോ ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് ആ ഡോക്ടർ പറയുന്നതിനനുസരിച്ച് അവരെ ഷിഫ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് ജനറലി, മിക്ക കേസിലും എന്തായിരിക്കും ജനറൽ ആയിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യന്റിനെ ICUയിലേക്കായിരിക്കും മാറ്റേണ്ടി വരിക. അവിടെ അവർക്ക് ഉള്ള ട്രീറ്റ്മെന്റുകളൊക്കെ ലഭിച്ചതിന് ശേഷം ആ പേഷ്യന്റിനെ കൺസേൺഡ് വാർഡ്, ആ പേഷ്യന്റിനെ ഏത് വാർഡിലേക്കാണെങ്കിൽ ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങോട്ട് ആ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ഷിഫ്റ്റ് ചെയ്യുക. അപ്പൊ എന്താണ് ആ സമയത്ത് അവരെ ഡീറ്റെയിൽസ് അല്ലെ രജിസ്ട്രേഷൻ കൗണ്ടറിൽ ചെന്ന് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ IPDയില് എന്താണ് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തില്ലേ, അപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് നാം എൻ്റർ ചെയ്യുക, IPD ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും. അപ്പൊ IPD രജിസ്ട്രേഷനിലേക്ക് ഈ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. പിന്നെന്താണ് പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കുന്ന സമയത്തുള്ള കൺസേൺ ഫോം റിലേറ്റീവ്സിനെ കൊണ്ട് ഒപ്പിടിച്ച ശേഷം എന്ത് കാര്യത്തിനാണ് അവരെ കൊണ്ട് കൺസേൺ ഫോം സൈൻ ചെയ്യിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ് എന്താണ് പേഷ്യന്റിന്റെ മെഡിക്കൽ ഫയല് ഏത് വാർഡിലേക്കാണോ അവരെ അഡ്മിറ്റ് ആക്കുന്നത് ആ വാർഡിലേക്ക് കൊടുത്തയക്കുക, പേഷ്യന്റിനോടൊപ്പം ഷിഫ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് എന്താണ് ആ വാർഡിലെ ഷിഫ്റ്റ് ചെയ്യുന്ന വാർഡിലെ മെഡിക്കൽ ഓഫീസർ ഈ ഫയല് സ്വീകരിച്ചോ എന്ന് ഉറപ്പുവരുത്തുകയും കൂടി ചെയ്യുക. ക്ലിയർ ആയോ? ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ ഓരോ പ്രവർത്തനങ്ങളും. ക്ലിയർ ആയോ ഇത്രയും ഭാഗം? എന്താരും ഒന്നും പറയാത്തെ? അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ക്ലിയർ ആയില്ല? എന്താണ് എല്ലാവരും ഇറങ്ങിയണോ? ബിൻഷ ക്ലിയർ ആയോ? ഷിബിന ഓരോരുത്തരെ വിളിച്ച് ചോദിക്കണോ? ഓക്കെ. അപ്പൊ നമ്മുടെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് തീർന്നു, ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. നമുക്ക് ഇനി എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആയിട്ട് എടുക്കാം.
ഈ ചാപ്റ്റർ ഫുള്ള് ക്ലിയർ ആയോ? ആദ്യം മുതല് സിമ്പിൾ ചാപ്റ്റർ അല്ലേ ഇത്? ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻ എഴുതാം. പറഞ്ഞോടന്നട്ടെ, നീ ഓരോ ചാപ്റ്ററിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻ എഴുതുമ്പോ ഹെഡിങ് ഒക്കെ കൊടുത്ത് എഴുതാട്ടാ. എന്ന് വെച്ചാൽ എല്ലാ ചാപ്റ്ററിലും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ടീച്ചേഴ്സ് എല്ലാ ടീച്ചേഴ്സും പറഞ്ഞു തരുന്നില്ലേ? ഷഫിൾ ആവാതിരിക്കാൻ വേണ്ടിട്ടാട്ടോ. First question, not in the purpose of. First question, not in the purpose of admission procedure. Not in the purpose of admission procedure. Option A, to provide immediate care. To provide immediate care. To provide immediate care. To provide immediate care. Option B, prepare medical record. Option B, prepare medical record. Option B, prepare medical record. Option C, to be ready for any emergency. Option C, to be ready for any emergency. Option D, to involve patient and family in care. To involve, to be ready. Option C, to be ready for any emergency. Option D, to involve patient and family in care. Option D, to involve patient and family in care. ഏതാണ് ആൻസർ? അഡ്മിഷൻ പ്രൊസീജിയേഴ്സിന്റെ ഇതല്ലാത്തത് ഓപ്ഷൻ ബി ആണ് അല്ലേ? പ്രിപ്പയർ മെഡിക്കൽ റെക്കോർഡ്. മെഡിക്കൽ റെക്കോർഡ് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിലെ ആണ് അല്ലേ? അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് മെഡിക്കൽ റെക്കോർഡ് പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. ബാക്കിയൊക്കെ എന്താണ്? അഡ്മിഷൻ പ്രൊസീജിയേഴ്സിന്റെ പർപ്പസ് അല്ലേ, ഉദ്ദേശങ്ങളല്ലേ? ആ രോഗിയെ അവിടെ അഡ്മിറ്റ് ആക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശങ്ങളല്ലേ? അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കെയർ കൊടുക്കുക. എന്താണ് ആർക്കെങ്കിലും എമർജൻസി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് കൊടുക്കുക. എമർജൻസി ട്രീറ്റ്മെന്റ് ലഭ്യമാക്കണമെങ്കിൽ കൊടുക്കുക. പിന്നെ എന്താണ്? പേഷ്യൻസിന്റെ ഫാമിലിയെയും കൂടി ഫാമിലിയെയും കൂടി പേഷ്യന്റിന് കൊടുക്കുന്ന കെയറിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് അല്ലെ? അതൊക്കെ എന്താണ്? അഡ്മിഷൻ പ്രൊസീജിയേഴ്സിന്റെ പർപ്പസ് ആണ്. ഓപ്ഷൻ ഡി, ടു ഇൻവോൾവ് പേഷ്യന്റ് ആൻഡ് ഫാമിലി കെയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ ഏരിയ, ഡാഷ് ഈസ് ദ ഏരിയ of the hospital, dash is the area of the hospital where patients are, dash is the area of the hospital where patients are accommodated,
patients are accommodated after being admitted based on doctors or specialist assessment. After being admitted based on doctors or specialist assessment. Doctors or specialist assessment. Answer എന്താണ്? ഓപ്ഷൻ വേണ്ടല്ലോ. IPD, ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ? ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. എന്താണ്? ആർക്കൊരു ഷാറില്ലല്ലോ, ആൻസർ ഒന്നും വരുന്നില്ലല്ലോ. കഴിഞ്ഞ ദിവസമൊക്കെ അപ്പാപ്പ ആൻസർ ഒക്കെ വന്നിരുന്നു. ഇന്നെന്താണ് എല്ലാവരും ഉറങ്ങണോ? ആർക്കൊരു ഷാറില്ല. എന്താ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയട്ടെ. ഫൈനൽ അഡ്മിഷൻ പ്രൊസീജിയർ. ഫൈനൽ admission procedure in IPD through OPD. എന്താണ് ഫൈനൽ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ്? ലാസ്റ്റ് അഡ്മിഷൻ പ്രൊസീജിയർ എന്താണ്? ഒരു 9 അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഇപ്പൊ പറഞ്ഞല്ലോ ടീച്ചർ. ലാസ്റ്റ് എന്താ പറഞ്ഞേ? പറ. എന്താണ്? എല്ലാവരും ഉറങ്ങണം. കെയർ ഓഫ് വാല്യുബിൾസ് ആൻഡ് clothing, right? Care of valuables and clothing. Okay. Care of valuables and clothing. Next, MO stands for. MO. So, MO. Medical officer. ICU stands for. ഇതിക്ക് മുമ്പ് ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ICU അല്ലേ? ICU. Intensive care unit. Intensive care unit. Sixth question. Which type of admission clients are admitted? Which type of admission clients are admitted for? Clients are admitted for investigations. Which type of admission clients are admitted for investigations and planned treatment and surgeries. Okay. Routine admission le നമ്മ രണ്ട് ടൈപ്പ് അഡ്മിഷൻ പഠിച്ച്. എന്താണ്? ഒന്ന് എമർജൻസി അഡ്മിഷൻ, രണ്ട് റുട്ടീൻ അഡ്മിഷൻ. എമർജൻസി അഡ്മിഷൻ എന്ന് പറഞ്ഞാല് ആ പേഷ്യന്റിന് എന്താണ് എമർജൻസി ആയിട്ട് ട്രീറ്റ്മെന്റ് ലഭ്യമാക്കണം. ഇപ്പൊ ആക്സിഡന്റ് പറ്റിക്കൊണ്ടുവരുന്ന പേഷ്യൻസ്, അല്ലെങ്കിൽ പോയിസണിങ് സംഭവിച്ചു കൊണ്ടുവരുന്ന പേഷ്യൻസ്, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് കൊണ്ടുവന്ന പേഷ്യൻസിനൊക്കെ എന്താണ് എമർജൻസി ആയിട്ട് അവർക്ക് ട്രീറ്റ്മെന്റ് വേണം. അപ്പൊ എന്താണ് അതിനു വേണ്ടി അവരെ അഡ്മിറ്റ് ആക്കുന്നതാണ് എമർജൻസി അഡ്മിഷൻ. റുട്ടീൻ അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും റുട്ടീൻ ചെക്കപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാനഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടോ സർജറീസിന് വേണ്ടിയിട്ടോ ഒന്ന് അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത്. വിച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻ, സിക്സ്ത് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ കേട്ടാ. വിച്ച് ടൈപ്പ് ഓഫ് അഡ്മിഷൻ
Which type of admission? Which type of admission? Clients are admitted. Clients are admitted. Clients are admitted for investigations. Investigations and planned treatment, and admitted for investigations and planned treatment and surgeries. Planned treatment and surgeries. Question കിട്ടിയോ? കിട്ടിയോ? Okay. Next question പറയാലോ. Choose odd one out. Seventh question. Choose odd one out. Choose odd one out. Option A, prepare medical record. Option A, prepare medical record. Option A, prepare medical record. Option B, consent form signed. Option B, consent form signed. Consent form signed. Option C, prepare room. Option C, prepare room. Option C, prepare room. Option D, inform to floor ward nurse. Inform to floor ward nurse. Inform to floor ward nurse. ഏതാണ്? First one A, prepare medical record. Option B, consent form signed. Option C, prepare room. Option D, inform to floor ward nurse. Answer ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ. പ്രിപ്പയർ റൂം. റൂം പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? നഴ്സിന്റെ അല്ലെ. നമ്മൾ പറഞ്ഞില്ലേ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി നഴ്സ്. ഫസ്റ്റ് വേർഡ് പ്രിപ്പയർ റൂം. ഓക്കെ. ബാക്കിയൊക്കെ എന്താണ്? അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിലെ റെസ്പോൺസിബിലിറ്റീസ് ആണ് അല്ലെ. 8th question. Who make the patient? Who make the patient? 8th question. Who make the patient? Who make the patient comfortable in bed? Who make the patient comfortable in bed? Comfortable in bed and provide him with hospital clothes. Provide him with hospital clothes and ensure adequate privacy. And ensure adequate privacy. ആരുടെ ഡ്യൂട്ടിയാണിത്? ഓക്കെ, നേഴ്സ് ആണ് അല്ലെ. നമ്മിപ്പോ തന്നെ ഒന്നുകൂടി പറഞ്ഞല്ലേ, റിവൈസ് ചെയ്ത്. എന്താണ്? Who make the patient comfortable in bed and provide him with hospital clothes and ensure adequate privacy. Answer എന്താണ്? നേഴ്സ്. 9th question. Choose odd one out. 9th question. Choose odd one out. Choose odd one out. Cloth storage. Option A, cloth storage. Option A, cloth storage. Option A, cloth storage. Option B,
On 9th question, choose odd one out. Choose odd one out. Question എന്താണ്? Option A, cloth storage. Option A, cloth storage. Option B, listen, anxiety or fear. Listen, anxiety or fear. Listen, anxiety or fear. Option C, bed controls. Option C, bed controls. Option D, time for doctor's visit. Option D, time for doctor's visit. Close storage ആണോ? ഓപ്ഷൻ ബി ആണ് അല്ലെ. ലിസൺ, ആൻസൈറ്റി ഓർ ഫിയർ എന്താണ്? അത് നേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ. നേഴ്സ് ആണ് പേഷ്യന്റിന്റെ ആൻസൈറ്റി ഫിയർ ഒക്കെ കേൾക്കുക എന്നുള്ളത്. പിന്നെ പറഞ്ഞിങ്ങനെ ബാക്കി മൂന്നെണ്ണം എന്താ? ഓറിയന്റ് പേഷ്യൻസ് ആണ് അല്ലെ. പേഷ്യന്റ് ആ നേഴ്സിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അല്ലെ. ക്ലോസ് സ്റ്റോറേജ് എവിടെയാണ്, ബെഡ് കൺട്രോൾ എങ്ങനെയാണ്, ഡോക്ടേഴ്സിന്റെ വിസിറ്റ് എങ്ങനെയാണ് അല്ലെ. നമ്മൾ പറഞ്ഞതിലുണ്ട് അല്ലെ, ഓറിയന്റ് പേഷ്യന്റ് എന്നും പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് 10th question, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നോട്ട് ഇൻക്ലൂഡഡ്. 10th question, not included. Not included. The responsibilities of the admission department. Not included. Not included. The responsibilities of the admission department. Not included. The responsibilities of the admission department. Option A, transporting the client from OPD to IPD. Transporting the client from OPD to IPD. OPD to IPD. Transporting the client from OPD to IPD. Option B, prepare medical record. Option B, prepare medical record. Option B, prepare medical record. Option C, initial orders obtained. Initial orders obtained. Initial orders obtained. Option D, a minimum deposit collected to patient. A minimum deposit. Okay. Answer is transporting the client from OPD to IPD. Option D, a minimum deposit. A minimum deposit collected to patient. A minimum deposit collected to patient. Option B. പറഞ്ഞോ. ഏതിന്റെയാണ് ബി? 9th ആൻസർ ഓപ്ഷൻ ബി, ലിസൺ, ആൻസൈറ്റി ഓർ ഫിയർ. ഇതിന്റെ ഓപ്ഷൻ ബി, പ്രിപ്പയർ മെഡിക്കൽ റെക്കോർഡ്. 10th ഓപ്ഷൻ ബി, പ്രിപ്പയർ മെഡിക്കൽ റെക്കോർഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, not in the purpose of admission procedure.
not in the purpose of admission procedure. Option A, to provide immediate care. Option A, to provide immediate care. Option B, prepare medical record. Option B, prepare medical record. Option C, to be ready for any emergency. To be ready for Option C, to be ready for any emergency. Option D, to involve patient and family in care. Option D, to involve patient and family in care. Okay. ഇനി നമുക്ക് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ ഏതാണ്? ഡിസ്ചാർജ് പ്രോസസ് ആണ്. ചാപ്റ്റർ 11 ഡിസ്ചാർജ് പ്രോസസ് ആണ്. ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചില ചാപ്റ്റേഴ്സിൽ അല്ലെ എനിക്ക് മുമ്പ് എടുത്ത ചാപ്റ്ററിലൊക്കെ ഡിസ്ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ അല്ലെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാല് എന്താണ്? ഡിസ്ചാർജ് ചെയ്യും. അപ്പൊ എന്താണ്? അവർക്ക് ഫോളോ അപ്പ് കെയേഴ്സ് അല്ലെ റിട്ടേൺ ഹോം കെയർ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നൽകുന്നു എന്നൊക്കെ പറഞ്ഞ് പഠിച്ച് ഓർമ്മയില്ല? മൈക്ക് അൺമ്യൂട്ട് ആണ്. ഓക്കെ. എന്താണ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞ ആരെങ്കിലും ഒരാൾ പറഞ്ഞേ? ബിൻഷ പറഞ്ഞു ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു അസുഖം ഓപ്പറേഷൻ എന്തെങ്കിലും ആയിട്ട് അഡ്മിറ്റ് ആയിട്ട് അതൊക്കെ അത്യാവശ്യം ക്യൂർ ആയി എന്ന് ഉറപ്പ് വരുത്തുമ്പോൾ ഡോക്ടർ നമുക്ക് ഡിസ്ചാർജ് തരും. പിന്നെ ഒരു 1 വീക്കോ എന്തെങ്കിലും കഴിയുമ്പോൾ ഒന്നും കൂടെ കൺസൾട്ട് ചെയ്യണം. നമ്മളുടെ എങ്ങനെയാണ് നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ എന്ന് ചെക്ക് ചെയ്യാൻ ഒന്നും കൂടെ ഫർദർ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളോട് ചെല്ലാൻ പറയും. ഫോളോ അപ്പ് കെയേഴ്സ് ഒക്കെ തരണമെങ്കിൽ ചെല്ലാൻ പറയും. ഓക്കെ. എന്താണ്? നമ്മുടെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് സ്റ്റേബിൾ ആയി വന്നിരിക്കുന്ന പേഷ്യന്റ് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഫോർമൽ ആയിട്ട് അവിടെ നിന്ന് നമ്മളെ റിലീസ് ചെയ്യല്ലേ, പറഞ്ഞു വിടും ഹോസ്പിറ്റലിൽ നിന്ന്. അതിനെ പറയുന്നതാണ് ഡിസ്ചാർജ്. അത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രം ഒന്ന് നോക്കാം. Chapter 11, Discharge Process. Introduction. A discharge from hospital is a formal release of patients from a hospital after a procedure of a course of treatment. എന്താണ്? ഒരു പേഷ്യന്റിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ ചിലപ്പോ ഒരു ആന്റിബയോട്ടിക് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ എന്താണ് ആ കോഴ്സ് തീരും. ആ ട്രീറ്റ്മെന്റിന്റെ ആ കോഴ്സ് തീരുമ്പോൾ എന്താണ്? ഫോർമൽ ആയിട്ട് ഔദ്യോഗികമായിട്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് ആ പേഷ്യൻസിനെ പറഞ്ഞു വിടും. അതിന് പറയുന്നതാണ് ഡിസ്ചാർജ്. എ ഡിസ്ചാർജ് ഹാപ്പൻസ് whenever a patient leaves hospital on the completion of treatment. ഡിസ്ചാർജ് എപ്പോഴൊക്കെയാണ് സംഭവിക്കുന്നത്? leaves the hospital on the completion of treatment. എന്താണ്? ആ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആവുമ്പോ അല്ലെ, ആ പേഷ്യന്റിന്റെ അസുഖത്തിനുള്ള ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആവുമ്പോ. നെക്സ്റ്റ്, സൈനിങ് ഔട്ട് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എമർജൻസി ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ഈ ഒരു വേർഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടായിരിക്കെങ്കിലും? എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്നും പറഞ്ഞിട്ട് അതിക്ക് മുമ്പ് ഒരു ചെറിയൊരു വേർഡും കൂടെ ഉണ്ടായിരുന്നു. അത് ഇതിൽ പറയുന്നുണ്ട്. ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് കേട്ടിട്ടുണ്ട്. അതേനെ രേവതി പറഞ്ഞു. DAMA എന്താണ്? അവിടുത്തെ മെഡിക്കൽ അഡ്വൈസർ അല്ലെ, അവിടുത്തെ ഹോസ്പിറ്റലിലെ ഡോക്ടർ ആ പേഷ്യന്റ് കൺസൾട്ട് ചെയ്തിരിക്കുന്ന ഡോക്ടർ പറയാതെ തന്നെ ഇവരെന്താണ് നിർബന്ധിച്ച് ഡിസ്ചാർജ് വാങ്ങി പോകുക. അതാണ് സൈനിങ് ഔട്ട് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഓർമ്മ വന്നപ്പോ ഇത് DMA ഓർമ്മ വന്നാ? എന്താണ് ആരൊന്നും പറയാത്തെ? ഓക്കെ.
DAMA എന്നൊക്കെ പറഞ്ഞ് നമ്മ പഠിച്ചില്ലേ അവിടെ DAMAയുടെ റെക്കോർഡ്സുകൾ സൂക്ഷിക്കും എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് അപ്പൊ അവിടെ പറഞ്ഞില്ലേ ടീച്ചറെ ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അവിടുത്തെ മെഡിക്കൽ അഡ്വൈസർ അവിടുത്തെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇല്ലാണ്ട് ഡിസ്ചാർജ് വാങ്ങി പോരുക. നെക്സ്റ്റ് ട്രാൻസ്ഫറിങ് ടു അനദർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താണ് ഈ പേഷ്യൻസിനെ അവിടെ നിന്ന് ലഭിക്കുന്ന ട്രീറ്റ്മെന്റ് പോരാ, അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ലഭ്യമാക്കണം. അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് എന്താണ് ആ ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഫർദർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഡിസ്ചാർജ് ആയി പോകുക. നെക്സ്റ്റ് ഓർ ഓൺ ഡെത്ത്. എന്താണ് കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യൻസിന് മരണം സംഭവിക്കുക ട്രീറ്റ്മെന്റിന് വേണ്ടി എമർജൻസി സെക്ഷനിലോ അതല്ലെങ്കിൽ അവിടെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന പേഷ്യൻസിന് എന്താണ് മരണം സംഭവിക്കുക. അപ്പോഴെന്താണ് അവരെ ഡിസ്ചാർജ് ചെയ്ത് വിടും. എന്തൊക്കെയാണ് ഡിസ്ചാർജിന്റെ ഇൻട്രൊഡക്ഷൻ? ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ് പേഷ്യന്റിനെ അവരെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം എന്താണ് അവരെ ഫോർമൽ ആയിട്ട് റിലീസ് ചെയ്യുന്നതിന് പറയുന്നതാണ് ഡിസ്ചാർജ്. ഡിസ്ചാർജ് എപ്പോഴൊക്കെയാണ് സംഭവിക്കുന്നത്? ആ പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ, കംപ്ലീഷൻ ഓഫ് ട്രീറ്റ്മെന്റ്. നെക്സ്റ്റ് സൈനിങ് ഔട്ട് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. എന്താണ് അവരെ കൺസൾട്ട് ചെയ്തിരിക്കുന്ന ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരമല്ലാതെ അവര് നിർബന്ധിതമായിട്ട് അവര് കമ്പൽ ചെയ്ത് കണ്ടിട്ട് എന്താണ് ഡിസ്ചാർജ് വാങ്ങി പോകുക. നെക്സ്റ്റ് ട്രാൻസ്ഫറിങ് ടു അനദർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താണ് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് അവർക്ക് എന്തെങ്കിലും ബെറ്റർ ആയിട്ടുള്ള കൂടുതൽ സാങ്കേതിക വിദ്യയൊക്കെ ഉള്ള നൂതന സാങ്കേതിക വിദ്യയൊക്കെ ഉള്ള പുതിയ ഹോസ്പിറ്റലിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെന്റിന് പോകണം. അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് അവരെന്താണ് അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങുക. ഓൺ ഡെത്ത്. എന്താണ് ആ പേഷ്യന്റിന് മരണം സംഭവിക്കുമ്പോൾ എന്താണ് ഡിസ്ചാർജ് കൊടുക്കുക. ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയോ? ഡിസ്ചാർജ് പ്രോസസ് ഇൻട്രൊഡക്ഷൻ. എന്താണ് ആരൊന്നും മിണ്ടാത്തെന്ന്? ഭയങ്കര സൈലന്റ് ആണോ ഇന്ന് ക്ലാസ്? ഇത് പറ്റി? മനസ്സിലായി. ഓക്കെ, മനസ്സിലാവുന്നില്ലേ മിസ് പറഞ്ഞത് ക്ലാസ്സുകള്? മനസ്സിലാവുന്നുണ്ട് മിസ്സേ. ഓ അപ്പൊ ബാക്കി ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടാ. താങ്ക് യു. താങ്ക് യു മിസ്.